രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക കുറ്റകൃത്യ കേസുകളിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പുറത്താക്കിയെന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി പാലക്കാട് നിന്ന് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതാ നിയമസഭാ സമ്മേളനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് പരസ്യമായി പല ഘട്ടത്തിൽ തള്ളിപ്പറയാൻ ശ്രമിക്കുന്നു. VD സതീശൻ അടക്കമുള്ള നേതാക്കന്മാരുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ചാണ് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ എത്തിയതെന്ന് പറയുന്നു. പക്ഷേ KPCC പ്രസിഡന്റിനോട് ഇപ്പോൾ ആരാഞ്ഞു, എങ്ങനെയാണ് പിന്നീട് കോൺഗ്രസ് പുറത്താക്കിയെന്ന് പറയുന്ന ആളിനെതിരെ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം പ്രൊട്ടക്ഷൻ ഒരുക്കുന്നതെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി KPCC പ്രസിഡന്റിന് ഇല്ല. KPCC പ്രസിഡന്റ് പറയാനാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിമിതിയായി ഈ നിമിഷം സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ അച്ചടിച്ച ഒരു സന്ദേശം അതുമായി ബന്ധപ്പെട്ട് വേണ്ടേ? എന്തുകൊണ്ട് ഇന്ദിരാഭവനിൽ നിന്ന് അത്തരത്തിൽ ഒരു അച്ചടിച്ച കുറിപ്പ് പാലോട് രവിയുടെ വിഷയത്തിൽ എന്നതുപോലെ മറ്റ് പല വിഷയങ്ങളിലെന്നതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു അച്ചടിച്ച അച്ചടക്ക നടപടി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്, പുറത്താക്കി അല്ലെങ്കിൽ സസ്പെൻഷനിലാണ്, ഇത് പറയുന്ന ഏതെങ്കിലും ഒരു എഴുത്തിൻ്റെ രേഖയുണ്ടോ എന്നതൊക്കെ ചോദിച്ചിരുന്നു. ഈ ഘട്ടത്തിലൊക്കെ KPCC നേതൃത്വം മൗനം പാലിക്കുകയാണ് ചെയ്തത്. പാർലമെൻ്ററി പാർട്ടി യോഗത്തിലില്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ നിയമസഭയിൽ എത്തുകയാണ്. പ്രൊട്ടക്ഷനായി യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാതല നേതൃത്വം എത്തുന്നു. എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച ഒരാൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയെന്ന് പറയപ്പെടുന്ന ഒരാളിന് എങ്ങനെയാണ് ഒരു പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം പ്രൊട്ടക്ഷൻ ഒരുക്കുന്നത്? അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെ കെട്ടിപ്പിടിച്ച് വർത്തമാനം പറഞ്ഞ ശേഷം ലിഫ്റ്റിലേക്ക് കയറുന്നത്, കൂടെ അദ്ദേഹവും കയറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ KPCC അധ്യക്ഷരോട് ചോദിക്കുന്നു, പക്ഷേ മറുപടിയില്ല. കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള മുരളീധരൻ അടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തള്ളിപ്പറയുകയാണ്. സാരംഗ് തന്നെ ചേരുകയാണ്. സാരംഗ്, കൊടിക്കുന്നിൽ സുരേഷ് ഇത്തരത്തിൽ തള്ളിപ്പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ വ്യക്തമായ മറുപടി പറയാൻ കോൺഗ്രസിന് ബാധ്യതയില്ല, കാരണം കോൺഗ്രസിന് പുറത്താക്കിയാളെന്ന്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ആരാഞ്ഞില്ലേ? പിന്നെ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തോടൊപ്പം പ്രൊട്ടക്ഷനായി നിയമസഭയിലെത്തിയത്, അല്ലെങ്കിൽ നിയമസഭ കെട്ടിടത്തിലെത്തിയത്, ലിഫ്റ്റിൽ കൂടെ ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചില്ലേ മാധ്യമപ്രവർത്തകർ? എന്താണ് അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി? അജിംഷാദ്, എന്ത് തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ നിയമസഭയിൽ എത്തിയത്, അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ നിയമസഭയിൽ പങ്കെടുത്തതിൽ കടുത്ത അതൃപ്തിയാണ് മുരളീധരനും അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് അമ്പയ്ക്കുമുള്ളത്. രണ്ടുപേരും രാഹുലിനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം, അതായത് സഭയിലെത്തിയ കാര്യം പാർട്ടി അന്വേഷിക്കേണ്ടതില്ല എന്നാണ് മുരളീധരൻ പറഞ്ഞിട്ടുള്ളത്. അതായത് നിയമസഭ സാമാജികൻ എന്ന രീതിയിൽ രാഹുലിന് പങ്കെടുക്കാം, അതിലുപരി കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു കാര്യത്തിലും ചർച്ച നടത്തേണ്ടതില്ല അല്ലെങ്കിൽ പരിശോധിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഒരു സ്ത്രീ പീഡന കേസിലെ പ്രതിയാണ് ആ നിയമസഭയിൽ വന്നിരിക്കുന്നത് എന്നുൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള ആരോപണമാണ് രാഹുലിനെതിരെ മുരളീധരൻ ഉന്നയിച്ചിട്ടുള്ളത്.